LDF എന്നാൽ എന്താണ് എന്ന് CPM-നെ പഠിപ്പിക്കേണ്ട അവസ്ഥ CPI-ക്ക് വന്നിരിക്കുകയാണ്. അത് അവരുടെ നിസ്സഹായാവസ്ഥയിൽ നിന്നല്ല, ഇടതുപക്ഷ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് CPI അത് വ്യക്തമാക്കുന്നത്. ഇടതുപക്ഷ നിലപാട് CPM-നെ CPI-ക്ക് പഠിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം അത് ഏറ്റവും നാണംകെട്ട അവസ്ഥയാണ്. ആ നാണംകെട്ട അവസ്ഥ CPI-ക്ക് മാത്രമല്ല CPM-ന് കൂടിയുണ്ട്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറിയും വാർത്താസമ്മേളനം നടത്തിയല്ലോ. അദ്ദേഹം പറയുകയാണ്, ഇടത് മുദ്രാവാക്യങ്ങൾ, ആ മുദ്രാവാക്യങ്ങൾക്കനുസരിച്ചാണ് സർക്കാരുകൾ പ്രവർത്തിക്കുക എന്നാണോ നിങ്ങൾ കരുതിയത്? നിങ്ങൾ എന്തൊരു തെറ്റിദ്ധാരണയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇടത് മൂല്യങ്ങൾ, ഇടത് മുദ്രാവാക്യം അതൊന്നും നടപ്പാക്കാനല്ലാതെ മറ്റേതൊരു മുദ്രാവാക്യം നടപ്പാക്കുകയാണല്ലോ, മറ്റേതൊരു അജണ്ട നടപ്പാക്കുകയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷ സർക്കാർ എന്തിന്? ഇടതുപക്ഷ സർക്കാരിനെ ഇടതുപക്ഷ മനസ്സുള്ളവർ വോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇടതുപക്ഷ നിലപാട് നടപ്പാക്കുമെന്നുള്ളതുകൊണ്ടാണല്ലോ. ആ നിലപാട് ഞങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയില്ല, ഞങ്ങൾ നിസ്സഹായരാണ്. പുതിയ കാലത്തിൽ എന്നാണ് പറയുന്നത്. പുതിയ കാലത്തിലെ മാറ്റം എന്ന് പറയുന്നത്, പുതിയ കാലത്തിലെ മാറ്റം എന്താണ്? പുതിയ കാലത്തിലെ മാറ്റം എന്ന് വെച്ചാൽ കേന്ദ്രത്തിന് വഴങ്ങുക, നയം മാറ്റിവെക്കുക, പണം വാങ്ങുക എന്നതാണോ പുതിയ കാലത്തെ മാറ്റം? അതാണോ പാർട്ടി സെക്രട്ടറി ഉദ്ദേശിച്ചിരിക്കുന്നത്? നോക്കൂ, ഈ MOU ഒപ്പിടുമ്പോൾ എനിക്ക് തോന്നുന്നു CPM ജനറൽ സെക്രട്ടറി MA ബേബി പോലും ഇത് അറിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം പോലും പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനാവില്ല, പണം കിട്ടട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ പറയുന്ന സമയത്തും ഇതിനകം ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം 2-3 ദിവസം മുമ്പാണല്ലോ വന്നത്. അപ്പോൾ ജനറൽ സെക്രട്ടറി അറിഞ്ഞിട്ടില്ല, CPI അറിഞ്ഞിട്ടില്ല, CPI-യിലെ മന്ത്രിമാർ. ഇത് ബിനോയ് വിശ്വം കൃത്യമായി പറഞ്ഞു. 2 തവണ ക്യാബിനറ്റ് യോഗം ചേർന്നു. 2 തവണയുള്ള ക്യാബിനറ്റ് യോഗം 2024 അവസാനവും 2025-ലും 2 ക്യാബിനറ്റ് യോഗത്തിലും കൃത്യമായി CPI എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ നയപരമായ വിഷയമാണല്ലോ, അത് നമുക്ക് നയപരമായ വിഷയമായതുകൊണ്ട് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് കളവ് പറയുകയല്ലേ ചെയ്തിരിക്കുന്നത്, പറ്റിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്.